Today we are going to discuss about project appraisal. What is meant by project appraisal and what are the project appraisal techniques? And the first one in the project appraisal technique, that is payback period. So project appraisal is the process of estimating the cost and benefits of a project to arrive at the investment decision. The objective of project appraisal is to accept or to reject an investment proposal. സോ പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് ബെനിഫിറ്റ്, നമുക്ക് കോസ്റ്റിൽ നിന്ന് എത്രയാണ് അതിനാകെയുള്ള ചിലവ്, നമുക്കതിൽ നിന്നുള്ള റിട്ടേൺ എത്രയാണ് എന്നുള്ളത് മെഷർ ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഹെൽപ്സ് ടു അറൈവ് അറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രൊജക്റ്റുകളുടെ കോസ്റ്റും ബെനിഫിറ്റും നോക്കി ഏത് പ്രൊജക്റ്റാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് തരുന്നത് എന്നുള്ളത് തീരുമാനിക്കാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രൊജക്റ്റ് അപ്രൈസൽ. The objective of project appraisal is to accept or to reject an investment proposal. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് പ്രൊജക്റ്റ് അപ്രൈസൽ. പ്രൊജക്റ്റ് അപ്രൈസലിന് ടെക്നിക്സ്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പ്രൊജക്റ്റ് അപ്രൈസൽ ടെക്നിക്സ് ആർ ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻ ടു traditional techniques and modern techniques. Some people also say that the traditional techniques is known as non-discounting techniques and the modern techniques is known as discounting or discounted techniques. ട്രഡീഷണൽ ടെക്നിക്സ് അല്ലെങ്കിൽ നോൺ ഡിസ്കൗണ്ടിങ് ടെക്നിക്സിലെ ഫസ്റ്റ് വണ്ണാണ് പേ ബാക്ക് പീരിയഡ്. പേ ബാക്ക് പീരിയഡ് discusses about how soon we can get our initial investments back. It explains how long it will take to recover our cash back. അപ്പോൾ നമുക്ക് എത്ര പെട്ടെന്നാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തിരിച്ചു കിട്ടുന്നത്, എത്ര കൊല്ലം കൊണ്ടാണ് നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് പേ ബാക്ക് പീരിയഡിൽ പറയുന്നത്. സോ പേ ബാക്ക് പീരിയഡ് എക്സ്പ്ലെയിൻസ് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു റിക്കവർ അവർ ക്യാഷ് ബാക്ക് ഓർ ഇറ്റ് ഡിസ്കസസ് അബൌട്ട് ഹൗ സൂൺ വി ക്യാൻ ഗെറ്റ് അവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബാക്ക്. ഫോർമുല: ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഫ്ലോസ്. സോ നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs, ആനുവൽ ക്യാഷ് ഫ്ലോ 5 lakhs for 8 years. കാൽക്കുലേറ്റ് ദ പേ ബാക്ക് പീരിയഡ്. അപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 25 lakhs ആണ്. ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊപ്രൈറ്റർ 25 ലക്ഷം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആനുവൽ ക്യാഷ് ഫ്ലോസ് 8 വർഷത്തേക്ക് ഓരോ വർഷവും 5 ലക്ഷത്തോതിൽ കിട്ടും എന്ന് പറഞ്ഞാൽ 8 വർഷവും ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് ആണ്. ആദ്യത്തെ വർഷം 5 ലക്ഷം, രണ്ടാമത്തെ വർഷം 5 ലക്ഷം, മൂന്നാമത്തെ വർഷം 5 ലക്ഷം, 4, 5, 6, 7, 8 വർഷവും 5 ലക്ഷം വീതം തിരിച്ചു കിട്ടുന്നു. കാൽക്കുലേറ്റ് പേ ബാക്ക് പീരിയഡ്. അങ്ങനെയാണെങ്കിൽ പേ ബാക്ക് പീരിയഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പോൾ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഈവൺ അല്ലെങ്കിൽ സെയിം ആകുമ്പോൾ പേ ബാക്ക് പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളിപ്പോൾ പറഞ്ഞ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇസ് 25 lakhs ഡിവൈഡഡ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 5 lakhs. സോ പേ ബാക്ക് പീരിയഡ് ഇസ് ഈക്വൽ ടു 5 years. അപ്പോൾ പ്രൊപ്രൈറ്റർക്ക് 5 വർഷം കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത് 25 ലക്ഷം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടും. Now let's move on to the second question. Suggest the management using pay back period. അതായത് ഒരു കമ്പനി ഇസ് ഇൻ നീഡ് ഓഫ് എ മെഷീൻ. ഒരു കമ്പനിക്ക് ഒരു മെഷീൻ വേണം. ദർ ആർ ടു മെഷീൻസ്. 2 മെഷീൻ ഉണ്ട്. വിച്ച് മെഷീൻ വിൽ യു സജസ്റ്റ് ടു ദ മാനേജ്മെൻറ്റ്? ഹൗ സൂൺ യു വിൽ ഗെറ്റ് ബാക്ക് യുവർ ക്യാഷ് ബാക്ക് എന്നുള്ളത്. അതായത് ഏത് മെഷീനാണ് നമുക്ക് ഉപയോഗിക്കാനായി നമ്മളുടെ മാനേജ്മെൻറ്റിനോട് വാങ്ങാൻ ആവശ്യപ്പെടുക എന്നാണ്. അപ്പോൾ ആദ്യത്തെ മെഷീൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 15 lakhs, ക്യാഷ് ഇൻഫ്ലോ 5 lakhs.
മെഷീൻ ബി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20 lakhs, ക്യാഷ് ഇൻഫ്ലോ 5,50,000. സോ നമ്മൾ രണ്ടിൻ്റെയും പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് മെഷീനിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ 5 lakhs. സോ 15 lakhs ഡിവൈഡഡ് ബൈ 5 lakhs, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 years. Machine B 20 lakhs divided by 5,50,000, that is equal to 3 years and 6 months, so 3.6 years. ഇതിൽ ഏത് മെഷീനാണ് നല്ലത് വാങ്ങുന്നത്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3 വർഷം കൊണ്ട് തിരിച്ച് കിട്ടുന്ന മെഷീനാണോ, അല്ല ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 3.6 വർഷം കൊണ്ട് തിരിച്ച് കിട്ടുന്ന മെഷീനാണോ നല്ലത്? യെസ്, വി ഹാവ് ടു ഗോ ഫോർ മെഷീൻ എ. കാരണം മെഷീൻ എ കൊണ്ട് നമുക്ക് ഷോർട്ടർ ഓർ സ്മോളർ പേ ബാക്ക് പീരീഡ് ആണ് മെഷീൻ എക്കുള്ളത് കമ്പയർഡ് വിത്ത് മെഷീൻ ബി, ഓർ വി വിൽ ഗെറ്റ് ബാക്ക് അവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫാസ്റ്റ് വെൻ കമ്പയർഡ് ടു മെഷീൻ ബി ഇഫ് വി പർച്ചേസ് മെഷീൻ എ. So that is all for formula for finding out payback period: initial investment divided by annual cash inflow. എപ്പോഴും ശ്രദ്ധിക്കണം, പേ ബാക്ക് പീരീഡിൻ്റെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആകുമ്പോഴാണ് നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നത്. മെഷീൻ എയുടെയും മെഷീൻ ബിയിൻ്റെയും ആനുവൽ ക്യാഷ് ഇൻഫ്ലോ സെയിം ആണ്, 5 lakh ആണ്. മെഷീൻ ബിയുടെയും 5,50,000 ആണ്. അപ്പം മാറ്റം വരുന്നില്ല. ആദ്യത്തെ പ്രോബ്ലത്തിലും, അതായത് 3 വർഷം മെഷീൻ എയും 3.6 വർഷം മെഷീൻ ബിയും ഒരേ ക്യാഷ് ഇൻഫ്ലോ ആണ്. ആദ്യത്തെ ചോദ്യത്തിൽ അതൊന്നുകൂടി വ്യക്തമാണ്. 25 ലക്ഷം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 5 ലക്ഷം രൂപയാണ് ഓരോ വർഷവും ക്യാഷ് ഇൻഫ്ലോ കിട്ടുന്നത് ഫോർ 8 years എന്നെടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു.